Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നിയിട്ടുണ്ട്. ആ ഐഡിയയെ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് നോക്ക്. വോട്ടും പത്രവും ഉൾപ്പെട്ട ഈ നഗരത്തിലുള്ളവരെയെല്ലാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ട. ഇത് നീ ആരെ കഴിപ്പിക്കുവോ അവൻ ശരിക്കും ഒരു വിഡ്ഢിയായി മാറും. പിന്നെ അവൻ വിഡ്ഢികളെ പോലെ പെരുമാറുകയും ചെയ്യും. നമ്പർ 1 നമ്പർ 2 ഇപ്പൊ ഞാൻ ഈ നഗരത്തിലുള്ളവരെയെല്ലാം മന്ദബുദ്ധിയാക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം അവന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ. ചെല്ല് ചെല്ല്, എന്നിട്ട് ഈ മരുന്നെല്ലാവർക്കും മിഠായിൽ കലക്കി കൊടുക്കണം. എല്ലാവരും ഉണ്ടല്ലോ. ഇതാ ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സന്തോഷകരമായൊരു ദിവസമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്നു മുതൽ ഞങ്ങൾ ജോണിന്റെ പിടിയിൽ നിന്നും സ്വതന്ത്രരായി. എന്ത്, ജോണിന്റെ ഗ്യാങ്ങിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയോ? അങ്ങനെയല്ല ബോക്സർ ചേട്ടാ, ബോസ് സ്വയം ഫുർഫുറി നഗരത്തിൽ നിന്നും ഓടിപ്പോയതാ. എല്ലാവരും അയാളെ എപ്പോഴും അധികാരല്ലേ, അതുകൊണ്ട് അയാളെ പേടിച്ച് ഓടിപ്പോയി. ഇത് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. വരൂ, നമുക്ക് എല്ലാവർക്കും മിഠായി കഴിക്കാം. എന്തായാലും ഇതിന് നല്ല രുചിയായിരിക്കും. ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനും കഴിക്കട്ടെ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല. എനിക്കും സ്വീറ്റ് വേണം. ഐ ആം ഹാപ്പി. ജോൺ ഓടിപ്പോയതിൽ നിങ്ങൾക്കെന്താ സന്തോഷമില്ലേ? ഉണ്ടെങ്കിൽ സ്വീറ്റ്സ് എടുത്തോളൂ. ഇതാ ഇപ്പൊ കഴിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് ഈ സമൂസ ഒന്ന് വായിലിട്ടോട്ടെ. എടുത്തോളൂ, ഇനിയുമുണ്ട് ഒരുപാട്. ഒരു മിനിറ്റ് നിൽക്കുമോട്ടോ, എനിക്ക് ഈ നെല്ലിനകത്ത് എന്തോ കല്ല് കടിക്കുന്നുണ്ട്. തീർച്ചയായും ഇതാ ജോണിന്റെ പണി തന്നെയാ. അത് ശരി, അതാണോ കാര്യം? എന്നാ നീ പറ, എന്താ ചെയ്യേണ്ടത്? ഇത് കൊള്ളാലോ വലിയേട്ടാ, ഇത് നല്ല മധുരമുള്ള മിഠായിയാണ്. ഞാൻ ഇതിനകത്ത് കേറിയിട്ട് ഗുസ്തി ചെയ്താലുണ്ടല്ലോ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അല്ല, ഇതെന്താ സംഭവം? സീതാറാമയ്യ എന്തൊക്കെയാ ചെയ്യുന്നേ? അതെ, എനിക്ക് ചന്ദ്രനിലേക്ക് പോകണം. വരൂ, കുറച്ചും കൂടി തടി കൊണ്ടുവരൂ. ഈ ഏണിയുടെ സൈസ് ഒന്നും കൂടി വലുതാക്കണേ. ഇതെന്തായി സംഭവിക്കുന്നേ? എന്റെ ചങ്കുകളെ, വരൂ വരൂ. നിങ്ങൾ ഈ റോക്കറ്റിൽ കയറിയൊന്നിരുന്നേ. ഇത് ഞാൻ മണ്ണിനടിയിലേക്ക് വിടാൻ പോവാ. ഇത് ആകാശത്തെ കൂടി പറക്കുന്ന റോക്കറ്റ് ഒന്നുമല്ല, ഇത് മണ്ണിനടിയിൽ കൂടി പറക്കുന്ന റോക്കറ്റാണ്. എനിക്ക് തോന്നുന്നത് ജോണിന്റെ ശിങ്കടികൾ അതിലെന്തോ മരുന്ന് കലക്കിയിട്ട് ഇവർക്ക് കൊടുത്തതെന്നാ. അതിന്റെ ഫലമായി ഇവരൊക്കെ ദേ കാട്ടിക്കൂട്ടുന്നത്. എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. ചിങ്കം സാറേ, നിങ്ങൾ എന്തിനാ ജയില് തല്ലി പൊട്ടിക്കുന്നത്? എന്തിനാ
എന്താണെന്നോ അകത്തുള്ള കുറ്റവാളികൾക്കൊക്കെ ശുദ്ധവായു കിട്ടാൻ വേണ്ടി. അപ്പോഴീ കുറ്റവാളികളൊക്കെ ഓടിപ്പോവൂലേ? എംപോസിബിള് അറിയാമല്ലോ, എംപോസിബിള്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അവന്മാര് രക്ഷപ്പെടാൻ നോക്കിയാൽ അപ്പൊ തന്നെ അവരെ തലയിലെ ചുറ്റികൊണ്ട് അടിച്ച് തറയിൽ വീഴ്ത്തും ഞാൻ. ഞാനാണ് ഈ നഗരത്തിന്റെ രാജാവ്, നിങ്ങളുടെയൊക്കെ മഹാരാജാവ്, ജോൺ ദി ഡോൺ. മോട്ടു ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കേ. ജോണിന് സംശയം തോന്നാൻ പാടില്ല, നമുക്ക് കുഴപ്പമില്ലെന്ന്. രാജാവ് നീണാൾ വാഴട്ടെ. രാജാവേ, ഞങ്ങൾ ജയില് തല്ലിപ്പൊട്ടിക്കുകയാണ്. അകത്തുള്ള കുറ്റവാളികൾക്ക് ശുദ്ധവായു കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ എല്ലാവരെയും സഹായിക്കുക. എല്ലാവരുടെ ആഗ്രഹവും ഞാൻ പൂർത്തീകരിച്ചു തരും. കാരണം ഞാൻ നിങ്ങളുടെ മഹാരാജാവല്ലേ. മഹാരാജാവേ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വെക്കാം. അതിനിപ്പോ നിങ്ങൾ ധൈര്യമായി തുടങ്ങിക്കോളൂ. മറ്റുള്ളവർ തമ്മിൽ അടികൂടുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ശാന്തരാകൂ. നമ്മുടെ മഹാരാജാവ് ജോൺ ദി ഡോൺ എഴുന്നള്ളുന്നു. അഥവാ ഫുർഫുറി നഗറിൽ വേറെ സിംഹങ്ങളുണ്ടെങ്കിൽ വരൂ. എന്നിട്ട് കമൽപൂരിലെ ഈ സിംഹത്തിനോട് ഏറ്റുമുട്ട്. വരൂ. ഇത് ഞങ്ങളുടെ മഹാരാജാവിന് അപമാനമാണ്. ഞങ്ങൾക്ക് ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ഞങ്ങളുടെ രാജാവ് സ്വയം ഈ അഹങ്കാരിയായ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുക. ഞങ്ങളുടെ മഹാരാജാവ് റിങ്ങിനകത്ത് നിന്നെ എടുത്തിട്ട് ഇടിച്ചിടിച്ച് നിന്റെ മുഴുവൻ എല്ലും ഓടിക്കുന്നതായിരിക്കും. പിന്നെ നീ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ടി വരും. അല്ല ഭദ്രു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്തിനു ബോക്സിംഗ് ചെയ്യണം? രാജാവാണ് രാജാവ്. ചെല്, നീ ചെന്ന് ബോക്സിംഗ് ചെയ്യാൻ. ചെല്ലണം, നീ എന്റെ പ്രജയാണ്. മഹാരാജാവേ, അങ്ങിതെന്താണ് പറയുന്നത്? അങ്ങിപ്പോൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഒരു ഭീരുവായിട്ട് ജനങ്ങൾ കാണൂ. പിന്നെ നിങ്ങളെ മഹാരാജാവായിട്ടും ആരും കാണില്ല. അവന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങ് ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് വരൂ. അത് കഴിയുമ്പോൾ അവൻ സ്വയം തോറ്റ് പിന്മാറിക്കോളും. ഞങ്ങൾ അവനെ പേടിപ്പിച്ചോളാം. മഹാരാജാവിനെ എങ്ങാനും തോൽപ്പിച്ചാൽ നിന്റെ ഈ മൊട്ടത്തല ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തുമെന്ന്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ പോയി ബോക്സിംഗ് ചെയ്യാം. 2 പഞ്ചല്ല 4 പഞ്ച് ഞാൻ കൊടുക്ക. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കൂ. നമ്മുടെ മഹാരാജാവ് ജോൺ ദി ഡോൺ മാർസ് പ്ലാനറ്റിനെ കീഴടക്കാൻ പോവുകയാണ്. നമ്മുടെ രാജാവിന്റെ ഈ ഭരണം യൂണിവേഴ്സ് മുഴുവൻ പടരാൻ പോവുകയാണ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവേ, അങ്ങ് മാർസ് പ്ലാനറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം ഡോക്ടർ ജഡ്കയുടെ റോക്കറ്റിൽ കയറി നിങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ മാർസിൽ തന്നെ പോകണം. എനിക്ക് ഇപ്പോഴാ സത്യം മനസ്സിലായത്. നിങ്ങൾ 2 പേരും മന്ദബുദ്ധികളായില്ല. നിങ്ങൾ 2 പേരും ആ മിഠായി കഴിച്ചില്ലല്ലേ? നിങ്ങൾ എന്റെ ജീവിതം താറുമാറാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? ഇപ്പൊ ജീവൻ തിരിച്ചു വേണമെങ്കിൽ എല്ലാവരും ശരിയാക്കാനുള്ള ആന്റിഡോട്ട് താ, എങ്കിൽ രക്ഷിക്കാം. അല്ലെങ്കിൽ വല്ല മാർസിലോ പാതാളത്തിലോ പോയി ജീവിക്കേണ്ടി വരും. അവിടെ നിനക്ക് വീഴാനുള്ള ഒരു അവസരം പോലും ലഭിക്കില്ല. ഇല്ല, ഞാൻ തരില്ല, ഒരിക്കലും തരില്ല. അത് ഞങ്ങളെ ഈ തെറ്റാലിൽ കയറ്റി വിടുന്നത് തന്നെയാ. നമ്പർ 1, നമ്പർ 2, ഒരെത്തും പിടിയെ കിട്ടുന്നില്ലല്ലോ. പറയൂ
മഹാരാജാവേ, ആന്റിഡോട്ട് തരുന്നോ അതോ പാതാളത്തിലേക്ക് പോകണോ? തരാം, തന്നേക്കാം. എന്റെ ദേവി ഇതൊന്ന് വിട്ടേക്കണേ. എനിക്ക് രാജാവും ആകണ്ട, ഒന്നും ആകണ്ട. ഇന്ന് മിഠായി എടുത്ത് കഴിച്ചോളൂ. ജോണേ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ട വഴിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. എത്ര പ്രാവശ്യം ഞാൻ ബോസിനോട് പറഞ്ഞു 1000 വർഷം ജീവിക്കാം, പക്ഷേ ഒരിക്കലും മോട്ടുവും പത്തിനോട് കളിക്കരുത്. പക്ഷെ ബോസ് കേട്ടതേയില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.